തോരാ പെയ്ത്താണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി അതിങ്ങനെ തുടരുകയാണ്. നമ്മളതിന്റെ വ്യാപ്തി ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ വലിയ വ്യാപ്തിയാണ് ഉത്തരേന്ത്യൻ ഓരോ ദിവസവും മരണസംഖ്യ കൂടി സാഹചര്യമാണ്. 37 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച കാലവർഷമാണ് ഇത്. ഒരാഴ്ചക്കിടെ രാജ്യത്ത് 48% അധികം മഴയാണ് ലഭിച്ചിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 300 കടന്നു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ മഴ വീണ്ടും ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. ഒരാഴ്ചക്കിടെ പെയ്ത കനത്ത മഴ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വൻ നാശമാണ് വിതച്ചത്. ഓഗസ്റ്റ് 28-നും സെപ്റ്റംബർ 3-നും ഇടയിൽ രാജ്യത്ത് ലഭിച്ച ശരാശരി മഴ 75.2 മില്ലിമീറ്ററാണ്. സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ 48% അധിക മഴയാണ് രേഖപ്പെടുത്തിയത്. ഉത്തരേന്ത്യയിൽ 37 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച കാലവർഷമായിരുന്നു ഇത്തവണത്തേത്. മൺസൂൺ കാലത്ത് ഇതുവരെ ലഭിച്ചത് 780 മില്ലിമീറ്റർ മഴയാണ്. ഹിമാചൽ പ്രദേശ്, ജമ്മു കശ്മീർ, പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ കാലവർഷക്കെടുതിയിൽ 300-ലേറെ പേർക്ക് ജീവൻ നഷ്ടമായി. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും നിരവധി ഗ്രാമങ്ങളെ വെള്ളത്തിലാക്കി. പ്രധാന ഹൈവേകളെല്ലാം അടച്ചു. നിരവധി നദികൾ കരകവിഞ്ഞൊഴുകി. കോടികളുടെ വിളനാശമാണ് കർഷകർക്കുണ്ടായത്. ദശാബ്ദങ്ങളിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം നേരിട്ട പഞ്ചാബിൽ 43 മരണവും 1.71 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തു. 23 ജില്ലകളിലെ 1902 ഗ്രാമങ്ങളെയും 4 ലക്ഷത്തോളം ജനങ്ങളെയും മഴക്കെടുതി നേരിട്ട് ബാധിച്ചു. പഞ്ചാബിലെ ഇന്ത്യ പാക് അതിർത്തിയിൽ ഉൾപ്പെടെ വെള്ളപ്പൊക്കം രൂക്ഷമായി. മഴയ്ക്ക് താൽക്കാലിക ശമനമുണ്ടെങ്കിലും യമുന നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഡൽഹിയിലെ നിഗംബോധ്ഘട്ട് വെള്ളക്കെട്ടിലായി. മൺസൂണിന്റെ അവസാന പാദത്തിൽ ഉത്തരേന്ത്യയിൽ വീണ്ടും മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. മേഘവിസ്ഫോടനങ്ങളും മിന്നൽ പ്രളയവും കനത്ത നാശം വിതച്ച ഉത്തരാഖണ്ഡിലും ജമ്മു കശ്മീരിലും ഒറ്റപ്പെട്ട മഴ തുടരും. പഞ്ചാബിലും ഹരിയാനയിലും സെപ്റ്റംബർ 10 വരെ കനത്ത മഴ തുടരുമെന്നാണ് പ്രവചനം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.